ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോ വിത്ത് പാറ. അപ്പോൾ LBSൻ്റെ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാര്യമാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, LBSൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് LBSൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു. നേരത്തെ വന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അത് നമുക്ക് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ജൂലൈ 30 വരെയാണുള്ളത്. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 1 നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ, കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ പേര് വരത്തുള്ളൂ. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ NCC കോട്ടയുടെ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഈ വീഡിയോ ഫുള്ള് കാണാതെ എന്നോട് കമൻറ്റ് ഡൗട്ട് ചോദിക്കരുത്. വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം നിങ്ങൾ ഡൗട്ട് ചോദിക്കാൻ. പിന്നീട് പറയാനുള്ളത് എങ്ങനെയാണ് നോക്കുന്നത്, LBSൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നോക്കുന്നത്. നമ്മൾ LBS ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ വരും. അതിനകത്ത് നമ്മൾ BSc നേഴ്സിംഗ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു 3 വരെ കാണാൻ പറ്റും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതാ ഇങ്ങനെ വരും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒന്നാമതായിട്ട് NUML എന്നൊക്കെ കിടക്കുന്ന നേഴ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേഴ്സിംഗ് ക്ലിക്ക് ചെയ്യുക. നേഴ്സിംഗ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കോട്ട വരുന്നുണ്ട്. കോട്ട നമുക്ക് സ്റ്റേറ്റ് മെറിറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് നോക്കാൻ താല്പര്യമുള്ളത്, EWS ആണോ, ഈഴവയാണോ, മുസ്ലിം ആണോ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണോ, SC/ST ആണോ, ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ന് നോക്കിയിട്ട്, നിങ്ങൾക്ക് ഏതാണ് അറിയേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. പിന്നീട് റാങ്ക് ലിസ്റ്റിനകത്ത് BSLP കിടപ്പുണ്ട്. അത് നമ്മൾ നോക്കാം. അതിനകത്ത് നമുക്ക് ഓരോ റാങ്കിനനുസരിച്ചാണ് വരുന്നത്. നമ്മൾ റാങ്കിനകത്ത് നമുക്കത് ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫസ്റ്റ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഒരു 300 നിങ്ങളുടെ റാങ്കിലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളിപ്പോൾ വരുമ്പോൾ ഒരു 310 അല്ലെങ്കിൽ നിങ്ങൾ 290 ആകാം. കാരണം NCC കോട്ട കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ലാസ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ BPO വന്നിട്ടുണ്ട്. പിന്നെ അപ്പം നമ്മൾ വേറിട്ട രീതിയിൽ നമ്മൾ നോക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കോളേജ് നമ്മൾ മാക്സിമം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ജൂലൈ 30 വരെ നമുക്ക് കോളേജ് പുതിയത് നമുക്ക് ആഡ് ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ നല്ല കോളേജ് നോക്കി ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് മറക്കാതിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ കിട്ടത്തുള്ളൂ. ജൂലൈ 30 വരെ ഇങ്ങനെ കോളേജ് പുതിയത് അപ്രൂവൽ കിട്ടുന്ന കോളേജ് ആഡ് ചെയ്തുകൊണ്ട് വരും. പിന്നെ കുട്ടികൾക്ക് വരുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് നേഴ്സിംഗ് മാത്രം ഇവിടെ കാണിക്കുന്നതെന്ന്. കാരണം നേഴ്സിങ്ങിൻ്റെ ഉള്ള കോളേജ് മാത്രമേ അപ്രൂവൽ കിട്ടിയിട്ടുള്ളൂ. പാരാമെഡിക്കലിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതിൻ്റെ മുറയ്ക്ക് മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അടുത്തതായി പറയുന്നത് നമ്മുടെ NCC കോട്ട വന്നിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ NCC കോട്ട കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇത്ര അധികം കുട്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പം NCC കോട്ടയെ ബേസ് ചെയ്ത് റാങ്ക് 1 റാങ്ക് 2 വന്നിട്ടുണ്ട്. എല്ലാവരും വ്യക്തമായി ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേര് വന്നിട്ടില്ല, നിങ്ങൾ ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ടായിട്ട് നിങ്ങളുടെ പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താണെന്ന് വെച്ചാൽ അക്ഷയ വഴി പോയി ചെയ്യാൻ മറക്കരുത്. പിന്നീട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പുതിയ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഒരു 300 റാങ്കിലുള്ള കുട്ടികൾ, ചില കുട്ടികൾ 310ലേക്കും, അതായത് കുറച്ചുകൂടി അവർക്ക് നല്ല കോളേജൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ആരും കുട്ടികൾക്ക്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കാണാൻ പറ്റും. LBSൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിനായി പെട്ടെന്ന് കിട്ടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.